ഹലോ ഗൈസ്, ലൈഫിൽ ആദ്യമായിട്ടാണ് ഞാൻ കോമ്പറ്റീഷന് പോകുന്നത്. അപ്പോൾ അതിൻ്റെ എക്സ്പീരിയൻസ് അതിൻ്റെ വീഡിയോസ് ആണ് ഇതിൽ വരുന്നത്. അപ്പോൾ രാവിലെ തന്നെ പോസ്റ്റ് പോസിംഗ് എല്ലാം ചെയ്ത് നോക്കി, എല്ലാം കുഴപ്പമില്ലെന്ന് തോന്നുന്നു. പിന്നെ നേരെ ഷർട്ടും പാൻറ്റും എടുത്തിട്ട് നല്ല ലൂസ് പാൻറ്റൊക്കെ, അപ്പോൾ അതെല്ലാം സെറ്റ് ചെയ്ത ശേഷം നേരെ ചെന്നിട്ട് കുറച്ച് കൊണ്ടുപോകാൻ ആഹാരങ്ങളെല്ലാം പാക്ക് ചെയ്തു. അത് കഴിഞ്ഞ് നേരെ ഞാൻ നിശാഗന്ധി സ്റ്റേഡിയത്തിലെത്തി. അവിടെ ചെന്നിട്ട് കാർബ് ലോഡിങ് തുടങ്ങി. കാരണം കാർബ് ലോഡിങ് തുടങ്ങുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ തന്നെ നമ്മുടെ ബോഡി കുറച്ചും കൂടെ ഒന്ന് പെരുകും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കഴിക്കുന്നത്. അതേ കണക്ക് തന്നെ കുറച്ച് നടക്കാൻ തുടങ്ങി. 63 കിലോയാണ്. എനിക്ക് 60 കിലോ ആവുമെന്ന് അറിയത്തില്ല. അങ്ങനെ വെയിറ്റ് വെയിങ് എല്ലാം തുടങ്ങിയപ്പോൾ നോക്കിയപ്പോൾ എനിക്ക് 63 കിലോ തന്നെ ഇരിക്കുന്നുണ്ട്. എന്തായാലും വെയിറ്റ് കുറയാത്തതുകൊണ്ട് 63 kg അവിടെ 70 kg കാറ്റഗറിയിലാണ്. അപ്പോൾ എനിക്ക് ഒരു പ്രതീക്ഷയില്ല, എന്തായാലും തോക്കും. എന്തായാലും വെറുതെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാമെന്ന് വിചാരിച്ച് നല്ലോണം വാമ്പെല്ലാം ചെയ്ത ശേഷം ടാൻ തുടങ്ങി. എൻ്റെ കൂട്ടുകാരെണ്ണം ചെയ്യുന്നതുകൊണ്ട് വലിയ ഹെൽപ്പ് ആയിട്ടുണ്ട്. അപ്പോൾ ടാനിങ് എല്ലാം കഴിഞ്ഞ് നല്ല രീതിക്ക് തന്നെ ഞാൻ പമ്പെല്ലാം ചെയ്ത ശേഷം തന്നെ കുറച്ച് പോസിംഗ് എല്ലാം ചെയ്തു. പക്ഷേ ടാൻ എല്ലാം കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും ഞാൻ കുറച്ച് പോസിംഗ് ചെയ്യുന്നുണ്ട്. കുറച്ച് പോസിംഗ് പ്രാക്ടീസ് എല്ലാം ചെയ്തു. എനിക്ക് എന്തായാലും ഒരു പിടുത്തമില്ല. 70 kg നല്ല മാട്ട് പയ്യന്മാരുള്ള. അതേ കണക്ക് ഞാൻ നാച്ചുറലാണ്. എനിക്ക് ഒരു മെഡിസിനോ ഒന്നും ഉപയോഗിക്കാതെ വെറും ആഹാരം മാത്രം കഴിച്ചിട്ടാണ് ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ എനിക്ക് ഒന്നും അറിയത്തില്ല എന്താവുന്നൊന്നും. അതുകൊണ്ട് മാക്സിമം ഞാൻ ഒരു 4 ദിവസം കൊണ്ട് ഞാൻ സെറ്റുകളെല്ലാം ചെയ്തിട്ടുണ്ട്. അതേ കണക്ക് ഞാൻ 1.5 വർഷം ആയുള്ളൂ. ഞാൻ 110 കിലോ എന്നാണ് കുറച്ച് ഞാൻ ഈ ഒരു റേഞ്ച് ഞാൻ എത്തിയത്. അത് ഞാൻ പിന്നെ ഒരു പയ്യൻ്റെ അടുത്ത് പറഞ്ഞിട്ടാണ്, എനിക്ക് ഈ റോൾ ചെയ്യുന്ന പയ്യനാണ് പറഞ്ഞത്, നീ സെറ്റാണ്, കുറച്ച് കണ്ടീഷൻ ചെക്ക് ചെയ്തിട്ട് നമുക്ക് നേരെ പോകാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ നേരെ കോമ്പറ്റീഷൻ ഇറങ്ങി. അപ്പോൾ ഫസ്റ്റ് തന്നെ എൻട്രി തുടങ്ങിയിട്ടുണ്ട്. 70 kg പയ്യന്മാരെല്ലാം കണ്ട് എൻ്റെ കിളി പറഞ്ഞു. അവർ മെഡിസിൻ യൂസ് ചെയ്യുന്നുണ്ട്, ഞാൻ ഇതൊന്നും യൂസ് ചെയ്യാതെ ഇങ്ങനെ വെറുതെ ഇങ്ങനെ നിൽക്കുകയാണ് നാച്ചുറലായിട്ട്. ഇപ്പോൾ എന്ത് നടക്കുന്നു എന്ത് നടക്കാതിരിക്കുമെന്ന് എനിക്കൊന്നും അറിയത്തില്ല. ഒരു പിടുത്തമില്ലാതെ ഞാൻ പോസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നാച്ചുറൽ അല്ലാത്ത കോമ്പറ്റീഷനാണ്. അതുകൊണ്ട് ഞാൻ ഇവിടെ നാച്ചുറൽ വന്നിട്ട് എന്തിനെടുപ്പാനൊന്നും എനിക്കറിയത്തില്ല. കാരണം നല്ല രീതിക്ക് എൻ്റെ പെർഫെക്റ്റ് ഞാൻ എന്തായാലും ഞാൻ അതിൽ കാണിച്ചിട്ടുണ്ട്. നല്ല രീതിക്ക് പോസിങ് എല്ലാം ഞാൻ ട്രൈ ചെയ്തു. അത് കഴിഞ്ഞ് ആ ബാക്ക് പോസ് തുടങ്ങി. ബാക്ക് പോസ് അല്ലെങ്കിൽ ഇവന്മാരോട് പിടിച്ചിരിക്കുമെന്ന് ആലോചിച്ചു. പിന്നെ അതുമില്ല. ഓക്കെ ബൈ. അടുത്ത പോസും തുടങ്ങി. ലാറ്റ് സ്പ്രെഡ് ആണ്. ഇതും ഒരു രക്ഷയില്ല. മറ്റവന്മാരെല്ലാം നല്ല കട്ടയ്ക്ക് നിൽക്കണം. എനിക്കൊന്നും അറിയാൻ കഴിയില്ല. എൻ്റെ മൈൻഡ് മൊത്തം ബ്ലാങ്ക് ആയിട്ടിരിക്കണം. പിന്നെ അവർ പറയുന്ന പോസുകളെല്ലാം കാണിച്ച് നല്ല സ്മൈൽ കൊടുത്ത് എൻ്റെ മാക്സിമം ഞാൻ കൊടുക്കണം. എന്താവുമെന്നൊന്നും എനിക്ക് അറിഞ്ഞു. ഒരു പയ്യൻ 4 ദിവസം മുമ്പ് വിളിച്ച് പറഞ്ഞുകൊണ്ട് എനിക്ക് അധികം പ്രിപ്പയർ ചെയ്യാനും പറ്റില്ല. ഒരു മാസം ആണെങ്കിൽ ഞാൻ നോക്കിയത്. പക്ഷേ ഒരു രക്ഷയില്ല. പിന്നെ ഒരു 4 ദിവസം കൊണ്ട് എൻ്റെ പരമാവധി ഞാൻ കൊടുത്തു. ലാസ്റ്റ് ഇതാ സെലക്ഷൻ വിളിക്കുന്നു. ഇങ്ങനെ ഞാൻ പ്രതീക്ഷ കണക്ക് 70 kg എന്നെ പോലത്തെ 2-3 പയ്യന്മാരും കൂടെ നാച്ചുറൽ ആയിട്ടുള്ള പയ്യന്മാർ ഔട്ടായി. അങ്ങനെ നേരെ ഞാൻ പോയി വെള്ളം കുടിക്കാൻ പോയി. ഏകദേശം 78 മണിക്കൂർ ഞാൻ വാട്ടർ കട്ട് ചെയ്ത്. ഞാൻ ഈ തുടങ്ങിയ സമയം തൊട്ട് 4 ദിവസം വരെ ഒരു തുള്ളി വെള്ളം ഞാൻ അധികം അകത്ത് കയറ്റിയിട്ടില്ല. അങ്ങനെ ഞാൻ വെള്ളം കുടിച്ച് എനിക്ക് സമാധാനമായി. അങ്ങനെ നേരെ കോമ്പറ്റീഷൻ കഴിഞ്ഞ് നേരെ ഫുഡ് അടിക്കാൻ പോയി. അതിന് ഞാൻ അച്ഛനെ മെസ്സേജ് ഇട്ടപ്പോൾ അച്ഛൻ പറഞ്ഞു, കുഴപ്പമില്ല, നീ ഒരു പ്രായത്തിൽ നീ ഒരു നാച്ചുറലി നീ ഇത്ര സെറ്റ് ചെയ്യില്ല, പിന്നെ ഇനി എന്ത് വേണമെന്ന് അച്ഛൻ പറഞ്ഞുകൊണ്ട് അങ്ങനെ ഞാൻ മോട്ടിവേറ്റ് ആയി. അങ്ങനെ നേരെ ടാനൊക്കെ എല്ലാം കഴിവി നല്ലോണം ഫ്രഷപ്പ് ആയി എല്ലാം കഴിഞ്ഞു. അപ്പോൾ ഓക്കെ ബൈ.